പാടും സമയം. അണിചേർന്നിടാം അനുതാപമോടെ അണയാം ഈ ബലിയിൽ. അൾത്താരയിൽ മാലാഖവൃന്ദം സ്തുതി പാടും സമയം. അണിചേർന്നിടാം അനുതാപമോടെ അണയാം ഈ ബലിയിൽ. പങ്കുചേരാം അനുരഞ്ജിതരായി കുഞ്ഞാടിൻ ബലിവേദിയിൽ. ജീവനേകും അനുപമ സ്നേഹം നുകരാം കൂദാശയിൽ. പങ്കുചേരാം അനുരഞ്ജിതരായി കുഞ്ഞാടിൻ ബലിവേദിയിൽ. ജീവനേകും അനുപമ സ്നേഹം നുകരാം കൂദാശയിൽ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാൻ ജീവനേകാൻ മിശിഹായുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാൻ ജീവനേകാൻ മിശിഹായുന്നിതാ. കുഞ്ഞാടായി നാഥൻ തിരുഭോജ്യമായി. കാൽവരി മലയിൽ പരിപൂജ്യമാ സ്നേഹം ബലിദാനമായി. ഞാനും മുറിയുന്നിതാ. പാവന സ്നേഹം പാലിൽ പകര ജീവിതമേകുന്നിതാ. സ്വർഗം ഭൂവിലണയും സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാൻ ജീവനേകാൻ മിശിഹായുന്നിതാ. സ്വർഗം സ്നേഹാർപ്പണത്തിന്റെ സമയം. യാഗമാകാൻ ജീവനേകാൻ മിശിഹായുന്നിതാ. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയട്ടെ. തിരികത്തിക്കുന്നു. ക്രിസ്തുവാകുന്നു യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ പങ്കാളികളാകുന്നുവെന്നും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുന്നുവെന്നും സൂചിപ്പിക്കുന്നതിന് വൈദികൻ ദീപം തെളിക്കുന്നു. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ. വത്സല കുഞ്ഞുങ്ങളെ, നിങ്ങൾ മാമോദിസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചതും സ്വർഗത്തിന് അവകാശികളായതും. അന്ന് നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നിങ്ങൾക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറഞ്ഞു. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുന്നുവോ? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച അവിടുത്തെ ഏകപുത്രൻ ഈശോ മിശിഹായിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മാമോദീസായിൽ നിങ്ങളുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ദൈവത്തിൻ്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നതിനുമായ പിശാചിനെ നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? പ്രിയ കുട്ടികളെ, ദൈവം നിങ്ങളുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാമോദീസായിൽ ചെയ്തതും ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ട് എന്നതുപോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവമിതാ അലങ്കരിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഹമാരുടെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിൻ. ഈശോ എന്നും നിങ്ങളിൽ ജീവിക്കുവാൻ അനുവദിക്കുവിൻ. മാതാപിതാക്കളുടെ സമർപ്പണം. മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ സ്നേഹനാഥനായ ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന കുട്ടികളുടെ മാതാപിതാക്കൾ ഏറ്റുചൊല്ലുന്നു. ഈശോനാഥ, അങ്ങയെ സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവരുടെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവരെ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്തം വഹിക്കാനുള്ള ചുമതലാബോധം ഇവരിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവർക്ക് ഭക്ഷണവും ശക്തിയും ജീവനും മാതൃകയും ആയി തീരുവാൻ ഇവരെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആനയിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചതും വിശുദ്ധ ബലിപീഠത്തിൽ എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച സ്നേഹം നുകർന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുതേ. ഇവർ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാൾ
സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മാർത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെങ്ങും മാർത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മാർത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാം. ഭൂസ്വർഗ്ഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതു പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നോളേക്കും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം നീയാകുന്നു. നിന്റെ ശരീര രക്തങ്ങൾ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തുതിയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നതിനടഞ്ഞിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. നിത്യജീവനം പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴ് എന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. Swarti
വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തുവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും സ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്കവിധം മഞ്ഞും മഞ്ഞുകട്ടിയും അഗ്നിയിൽ ഉരുകിയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു. സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യ വിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇതു മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞതയുടെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞുപോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, കൊറിന്ത്യോസ്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം. ഗുരു മിശിഹാ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിന്ന് എനിക്കു ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതു ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇതു പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്നു പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നു പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നു പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണു ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. Hallelujah.
പാടിയിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തൻ മധുവായി ഞാനതൊഴുക്കിടട്ടെ പൂരിത കവിത പൂരിത പോരിൻ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിയിടുന്നേ ഹല്ലേലൂയ 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 പാടിയിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന, ആദ്യമായിട്ട് ഈശോയെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഒരുങ്ങി ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമുക്കറിയാം വളരെ അനുഗ്രഹീതമായൊരു ചടങ്ങിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ ബലിയർപ്പണത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട 11 കുഞ്ഞുമക്കൾ ഈശോയെ ആദ്യമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്, ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരുപാട് നാളത്തെ പ്രാർത്ഥനയ്ക്കും ആഗ്രഹത്തിനും ഒരുക്കത്തിനും ശേഷമാണ് ഈ കുഞ്ഞുമക്കൾ ഇന്നിവിടെ ഈശോയെ സ്വീകരിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുക. നമ്മളെല്ലാവരും ഈ മനോഹര ദിവസത്തിന് വേണ്ടി ഒരുപാട് കാത്തിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളും അവരുടെ മാതാപിതാക്കളും നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിൽ ഇവർക്കെന്നും പ്രചോദനമായിരുന്ന, ഇവരെ പഠിപ്പിച്ച ഇവരുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഈ ദിവസത്തിന് വേണ്ടി ഈ മക്കളെ ആത്മീയമായിട്ട് ഒരുക്കിയ ഈ ചടങ്ങുകൾ, ഈ വിശുദ്ധ ബലിയും അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവരെയും കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വൈദികൻ പറഞ്ഞ, ഒരു ധ്യാനഗുരു പറഞ്ഞ ഒരു അനുഭവമാണ് ഇന്ന് ഈ കുഞ്ഞുമക്കളോട് പറയാനായിട്ടുള്ളത്.
കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ ദിവസത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കൊച്ചു സന്ദേശം ജീവിതം മുഴുവനും നിങ്ങൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളിൽ വൈദികൻ പറഞ്ഞ ചില വാക്കുകൾ ഓർമ്മിച്ച് വയ്ക്കുമായിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം ഒരു 5-8 വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഈ 8 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്, ഞങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ ഓർത്തിരിക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ചില വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കത് സ്ട്രൈക്ക് ചെയ്യും, ചില ഇവൻറ്റ്സ് നമ്മൾ ഓർത്തിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുമക്കൾ വിശുദ്ധിയോടെയും പ്രാർത്ഥനയോടെയും എന്നും എപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നതിനും അവരുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയിട്ട് തീഷ്ണതയോടുകൂടി ദിവ്യകാരുണ്യത്തിലേക്ക്, വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ഈ ധ്യാനഗുരു പറഞ്ഞത് ഇപ്രകാരമാണ്. ഒരു ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പരിചയപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടി. ധ്യാനത്തിൻ്റെ സമയത്ത് നമുക്കറിയാം, വൈദികർ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും. അവിടെ കടന്നു ചെന്ന പലരെയും പരിചയപ്പെടും. അങ്ങനെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടി, ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷം, വളരെ ദേവാലയത്തിൽ നിന്നും ഒത്തിരി അകലെയായിട്ട് ദൂരെയായിട്ട് ഒരു ഭവനമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വീടിൻ്റെ മുമ്പിൽ ഈ വൈദികൻ നിൽക്കുമ്പോൾ പെൺകുട്ടി ഇപ്രകാരം പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീട് ഈ ഇടവക ദേവാലയത്തിനോട് വളരെ അടുത്തായിരുന്നു. അവിടെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചില തകർച്ചകൾ കാരണം ദേവാലയത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറി ഈ ഒരു കൊച്ചു വീട്ടിൽ, അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഈ ഒരു കൊച്ചു വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയാണ്. അപ്പം ദേവാലയത്തിനടുത്തായിരുന്ന വീട്ടിൽ നിന്നും കുറേ ദൂരെ മാറി ഈ പെൺകുട്ടിയും കുടുംബവും അവരുടെ ഈ കൊച്ചു വാടക വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ വീട് വിറ്റ് ഈ ദൂരേക്ക് മാറേണ്ട വന്നപ്പോൾ തൊട്ടടുത്ത് മുറ്റത്ത് ഒരു ചെറിയ സ്കൂട്ടർ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പെൺകുട്ടി പറയുകയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നും എന്നെ സഹായിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഈ പഴകിയ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറാണ്. എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ദൂരെ കടന്നുപോയി വിശുദ്ധ ബലിയിൽ അർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ സഹായിക്കുന്നത് ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്കൂട്ടറാണ് എന്ന് പറയുക. വിശുദ്ധ കുർബാനയോടുള്ള ഈ പെൺകുട്ടിയുടെ അതിയായ താല്പര്യമാണ് അവളെ എന്നും വിശുദ്ധ ബലിയിലേക്ക് എത്തിച്ചേർക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എന്നും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കൊച്ചു അനുഭവമാണ് ഇത്. ഈ പെൺകുട്ടിക്ക് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന താല്പര്യം ഒരിക്കലും ജീവിതത്തിൽ വിശുദ്ധ ബലി മുടങ്ങരുത് എന്ന് കണ്ടുകൊണ്ട്, പൊട്ടിപ്പൊളിഞ്ഞ വീടാണെങ്കിലും വാടക കൊടുത്താണ് ജീവിക്കുന്നത് എങ്കിലും ചെറിയൊരു സ്കൂട്ടർ സ്വന്തമാക്കി അവൾ എല്ലാ ദിവസവും രാവിലെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ ബലിക്കണയും. വിശുദ്ധ ബലിക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അനുദിന ബലി അർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം, ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുതന്നെയാണ് നമ്മളെ സഭയും പഠിപ്പിക്കുക. സഭാ പ്രബോധനമനുസരിച്ച് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും അടിസ്ഥാന ശിലയുമാണ് വിശുദ്ധ കുർബാന. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും അടിസ്ഥാന ശിലയുമാണ് വിശുദ്ധ കുർബാന. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മൾ വളർന്നു വരുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഈ വിശുദ്ധ കുർബാനയോടുള്ള താല്പര്യവും ഭക്തിയും വളർത്തിയെടുക്കുക എന്നുള്ളതാണ്.
പലപ്പോഴും പല ജീവിതങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ബലി മുടക്കാതെ ദൂരെ കിലോമീറ്ററുകൾക്കപ്പുറം എല്ലാ ദിവസവും രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമുക്ക് മാതൃകയാകണം. ഈ കുഞ്ഞുമക്കളുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകണം. ഈ മാതൃക നമ്മൾ പിന്തുടരാനായിട്ട് പരിശ്രമിക്കണം. വിശുദ്ധ ബലിയിലുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യവും പങ്കെടുക്കലുമൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ കുഞ്ഞുമക്കൾ പഠനത്തിനും മറ്റുമായിട്ട് ദൂരസ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒരു ദേവാലയത്തെയും ഒരു വൈദികനെയുമായിരിക്കണം. ഒരു ദേവാലയത്തെയും ഒരു വൈദികനെയുമായിരിക്കണം. അവിടുത്തെ വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കണം, താല്പര്യത്തോടെ പങ്കെടുക്കണം. 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് വിശുദ്ധ ബലിയെ വിസ്മരിക്കരുത്, വിശുദ്ധ ബലിയെ മറക്കരുത്. അതുപോലെ കൂടെയുള്ള കുംഭസാരത്തിന് പ്രാധാന്യം കൊടുക്കുക. ജീവിതത്തെ വിശുദ്ധീകരിച്ച് നിർത്തുന്നത് കുംഭസാരം എന്ന കൂദാശയാണ്. മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ, സാഹചര്യമില്ലാത്ത അവസരത്തിൽ 2 മാസത്തിലൊരിക്കലോ ഒക്കെയോ കുംഭസാരിച്ച് വിശുദ്ധ ബലി ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതം വിശുദ്ധ ബലിയിൽ അധിഷ്ഠിതമാകട്ടെ. നിങ്ങളുടെ ജീവിതം വിശുദ്ധ കുർബാനയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതാകട്ടെ. ഈശോയുടെ സ്നേഹം നിങ്ങൾ വിശുദ്ധ ബലിയിലൂടെ അനുഭവിക്കുന്നതാകട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾ വളർന്നു വരുന്ന പ്രായമാണ്. അവരെ നിങ്ങൾ പഠിപ്പിക്കുക വിശുദ്ധ ബലിയോടും വിശുദ്ധ കുംഭസാരത്തോടുമുള്ള താല്പര്യം. അത് കൂടെ ചെയ്യാനായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഈ വിശുദ്ധ ബലിയിലൂടെ കടന്നു വരുന്ന ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഈ കുഞ്ഞുമക്കൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ കൃപകളും ഈശോ കൊടുക്കട്ടെ, ഈശോയുടെ വലിയ അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഉത്സാഹത്തോടും കൂടുന്നത് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ, നിന്റെ പുനരുത്ഥാനത്താൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്ന ഇവർ നിന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായെ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീര രക്തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും എന്നരുളി ചെയ്ത മിശിഹായെ, ഹൃദയ പരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ സഹോദരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നരുളി ചെയ്ത മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന ഞങ്ങൾക്ക് വിശക്കുന്നവരിലും ദാഹിക്കുന്നവരിലും നിന്റെ മുഖം ദർശിക്കുവാനുള്ള പ്രകാശം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ അപ്പമായ മിശിഹായെ, നിന്നിലുള്ള വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന ഇവരുടെ മാതാപിതാക്കളെയും ഇവരെ ആത്മീയമായി നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും നിന്നെ സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കിയ അധ്യാപകരെയും ഇന്നത്തെ കർമ്മങ്ങൾ വിജയത്തിനായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളെ പരിശുദ്ധ പിതാവ് മാർ
മാലിയോ 14 പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങൾ മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മരണത്തെ ജയിച്ചടക്കിയ മിശിഹായെ നിന്റെ സഭയിൽ സദാ സന്നിഹിതനായി നവജീവൻ കൊണ്ടതിനെ നിറയ്ക്കണമേ. നിന്റെ പെസഹാരകസത്തിൽ പങ്കുചേർന്ന് ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിന് യോഗ്യരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം വസിക്കുവാനിടയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈകികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേധോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അതുപോലാത്മജനം ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൂസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു.
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവുമദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനും യുഗങ്ങളെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെ നാഥനെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരങ്ങളെ. ഈ കുർബാനയിലെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീശുവേൻ. വൈവ്യക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമുദായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ
ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യനായ ഞങ്ങളോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമേന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും സ്രപ്പന്മാരോടും ചേർന്ന് നാഥനാങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലയോ പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന് വേണ്ടിയും പൗലോ മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാ മക്കൾക്കും വേണ്ടിയും ഇന്നേ ദിവസം ഈശോയെ ആദ്യമായി സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും അവരുടെ ജീവിത വിശുദ്ധീകരണത്തിന് വേണ്ടിയും വിശുദ്ധ ബലിയോടും കുംഭസാരമുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുന്നതിന് വേണ്ടിയും അവരുടെ മാതാപിതാക്കൾ, സഹോദരീ സഹോദരങ്ങൾ എന്നിവർക്ക് വേണ്ടിയും ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും ഈ കുഞ്ഞുമക്കളെ പ്രത്യേകമായിട്ട് ഒരുക്കി എല്ലാവരെയും അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശം കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും മരണം മൂലം നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമേ. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ
അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ദിവ്യരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവടേർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന മൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികം അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ശുശ്രൂഷകരെ സുഗന്ധപൂരിതമാക്കണം. കാത്തിരിക്കുന്ന ഈ ദൈവജനത്തെ സുഗന്ധപൂരിതരാക്കണമേ. പാമോചമായ തിരുശരീരങ്ങൾ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായി ദിവ്യരഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങളെവരെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായി നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. നല്ലതും കലഹങ്ങളും അഴിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ,
ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവന് കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ നിങ്ങളുടെ ദാസര ഞങ്ങളുടെ എവരുടെയും പാപങ്ങളും അപരാധങ്ങളും കരുണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശ്രോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കരുണപുറങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയുടെ അവിടുത്തെ സ്തുതിയിലായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, മനസാക്ഷിയുടെ നൈർമല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാപമോചനത്തിനായി കാരുണ്യപൂർവ്വം നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായ ഈ തീക്കട്ടയെ നമുക്ക് സമീപിക്കാം. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. ദിവ്യകാരുണ്യമേ, ഹൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയായെന്നിലലിയൂ. സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂമി, സ്നേഹക്കുളിരായി നിറയൂ ഇന്നൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതി നാഥ, നിത്യം ആരാധനാ സ്തുതി നാഥ.
അർപ്പിക്കാം. സ്നേഹം ഒരപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപ്പാതെ അർപ്പിക്കാം. ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം, ദിവ്യ സൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം. ആത്മാവുണർന്നു നിൻ സ്തുതിഗീതികളായി മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ. സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതിനാഥ, നിത്യം ആരാധനാ സ്തുതിനാഥ. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാഥനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും. പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം, പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം. പുണ്യപ്പൂക്കാലമായി യേശുവെന്നരികെ ദിവ്യകാരുണ്യമേ കൃത്തിനാനന്ദമേ ദിവ്യകൂദാശയായ എന്നിലലിയൂ. സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ. സ്നേഹക്കുളിരായി നിറയൂ ഇന്നിൻ ഹൃത്തിൽ. നിത്യം ആരാധനാ സ്തുതിനാഥ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാവുന്നു, ജീവനുള്ള അപ്പമാകുന്നു എന്നരുൾ ചെയ്ത ഈശോയെ, അങ്ങ് സത്യമായും എന്നിൽ എഴുന്നള്ളി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങ് എന്നിൽ ഒന്നായി തീരുന്നത് പോലെ ഞാൻ അങ്ങിലും ഒന്നായി തീരട്ടെ. എൻ്റെ ആത്മാവും ശരീരവും ബുദ്ധിയും മനസ്സും പഞ്ചേന്ദ്രിയങ്ങളും അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഞാൻ എവിടെ പോയാലും എന്തു പ്രവർത്തിച്ചാലും സമസ്തവും നിന്റെ സ്തുതിക്കായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നിൽ വസിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകൾ വഴി കാണുകയും എൻ്റെ നാവ് വഴി സംസാരിക്കുകയും അവയവങ്ങളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യണമേ. നിന്റെ സ്നേഹമല്ലാതെ മറ്റൊരു സ്നേഹവും എന്നിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത്. എൻ്റെ ഈശോ ഇനിമേൽ ഞാൻ മരിച്ച് നീ എന്നിൽ ജീവിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ബേബിച്ചൻ, ഈശോയെ ആദ്യമായി സ്വീകരിച്ച കുഞ്ഞുമക്കളെ, അവരുടെ മാതാപിതാക്കളെ, കാറ്റക്കിസം ടീച്ചേഴ്സ്,
SMC ടീം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള കുട്ടികളുടെ ബന്ധുജനങ്ങളും സ്നേഹിതരുമായിട്ടുള്ള എല്ലാവരെയും, ഇന്നത്തെ തിരുക്രമത്തിൽ പങ്കെടുത്ത സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത്. നമ്മുടെ ഇടവകയിലെ 11 കുട്ടികൾ ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ തയ്യാറെടുപ്പുകൾക്കും കാത്തിരിപ്പിനും ശേഷം ഈശോയെ ഏറ്റവും വലിയ സമ്മാനമായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പുതിയ വ്യക്തികളായി തീരാനായി ഈ കുട്ടികൾ തയ്യാറായിരിക്കുകയാണ്. ക്രിസ്തുവിൽ ഇവർ ആരംഭിച്ചിരിക്കുന്ന ഈ പുതുജീവിതം ഒരിക്കലും വിശുദ്ധി മങ്ങാതെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതമായ ഈ അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ഒരു ദിവസം ആദ്യമായി നമുക്ക് നന്ദി പറയേണ്ടത് ദൈവത്തിനാണ്. ഈ ഒരു ദിവസം ഇത്ര മനോഹരവും അർത്ഥപൂർണവുമായി മാറിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്ന ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആദ്യമേ തന്നെ കൃതജ്ഞതയർപ്പിക്കാം. അടുത്തതായി നന്ദി പറയേണ്ടത് നമ്മുടെ വികാരിയച്ഛനാണ്. നമ്മുടെ ഇടവകയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാരിഷ് പ്രീസ്റ്റ് വില്ലിയച്ഛന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അടുത്തത് നന്ദി പറയേണ്ടത് നമ്മുടെ ഫാദർ ബേബിച്ചനാണ്. നമ്മുടെ ആത്മീയ പിതാവും അസിസ്റ്റൻറ്റ് പാരിഷ് പ്രീസ്റ്റും ഒപ്പം കാറ്റഗിസം ഡയറക്ടറും ആയ സ്നേഹബഹുമാനപ്പെട്ട ഫാദർ ബേബിച്ചൻ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും പ്രത്യേകമായി നല്ലൊരു കുമ്പസാരം നടത്താൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുകയും ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ യോഗ്യരാക്കുകയും ചെയ്ത ഫാദർ ബേബിച്ചന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈശോയുടെ സ്നേഹത്തെപ്പറ്റി കുഞ്ഞുങ്ങൾ ആദ്യമായി മനസ്സിലാക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ്. ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുകയും അവർക്ക് വേണ്ടതായ എല്ലാ സപ്പോർട്ടും നൽകുകയും ചെയ്ത പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് ഈ കുർബാന സ്വീകരണത്തിന് കുഞ്ഞുമക്കളെ ഒരുക്കിയ എല്ലാ കാറ്റഗിസം ടീച്ചേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്ത ആഷ ടീച്ചറിനും ലിഷ ടീച്ചറിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അതുപോലെ ഈ ദേവാലയം മനോഹരമായി അലങ്കരിക്കുകയും ഇന്നത്തെ കാര്യങ്ങളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട SMC ടീം, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, വോളണ്ടിയേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഭക്തിസാന്ദ്രമായി നടത്തുവാൻ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ക്വയർ ടീമിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ദേവാലയ കർമ്മത്തിൽ സഹായിച്ച അൾത്താര സംഘത്തിനും യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് വേണ്ടി പ്രസൻറ്റേഷൻ റെഡിയാക്കി തന്ന നമ്മുടെ ലിജോൺ, വീഡിയോ, ഫോട്ടോഗ്രാഫി, സൗണ്ട് സിസ്റ്റം എല്ലാത്തിനും നമ്മെ സഹായിച്ച എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നന്ദി അറിയിക്കുന്നു. നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും ഇന്നിവിടെ സന്നിഹിതരാകുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ളവരെ, മേഴ്സി ടീച്ചർ എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞു. മേഴ്സി ടീച്ചറിന് വേണ്ടി നന്ദി പറയാൻ ആരുമില്ല. അപ്പോൾ ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി, കാറ്റഗിസത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്ന മേഴ്സി ടീച്ചറായി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും മേഴ്സി ടീച്ചറിന് പ്രത്യേകമായിട്ട് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. ഒരിക്കൽ കൂടി എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈ ചടങ്ങുകൾ ഏറ്റവും ഭംഗിയാക്കാനും കുട്ടികൾക്ക് ഈശോയെ ആദ്യമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടുകൂടി ഓർക്കുകയും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. എഴുന്നേറ്റ് കേൾക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സ്തുത്യർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ
സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ഉദ്ധാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച് അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടും കൂടെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യവംശത്തിന് പ്രത്യാശയായ മിശിഹായി കുർബാന വഴി ഉത്ഥാനത്തിൻ്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി ഇത് രക്തധാരക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാടിൽ നിന്നും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരങ്ങൾ ആദ്യമായി സ്വീകരിച്ച് നിങ്ങളെ അവിടുന്ന് തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പ്രധാനത്തെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യത്തോടും ദൈവാശ്രയബോധത്തോടും വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിലും വളർന്നു വരുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളാകട്ടെ. ഇന്നത്തെ തിരക്കുമ്പോൾ സംബന്ധിച്ച് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തുടർന്ന് വരുന്ന ഉപകാരസ്മരണയിലും പ്രാർത്ഥനയിലും നമുക്ക് ഭക്തിപൂർവ്വം പങ്കെടുക്കാം. മിശിഹായുടെ ദിവ്യാത്മാവേ, മിശിഹായുടെ തിരുശരീരമേ, മിശിഹായുടെ തിരുരക്തമേ, മിശിഹായുടെ തിരുവിലാവിലെ ദൈവമേ, മിശിഹായുടെ കഷ്ടാനുഭവമേ, നല്ല ഈശോ, അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ അങ്ങയിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ ദുഷ്ടശത്രുക്കളിൽ നിന്ന് എൻ്റെ മരണസമയത്ത് അങ്ങേ പരിശുദ്ധരോടുകൂടി നിത്യവും അങ്ങേ സ്തുതിക്കുന്നതിന് ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ ക്രിസ്തുവിനും മാതാവിനും നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അവരുടെ പ്രതിഷ്ഠയിൽ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ പങ്കെടുക്കാം. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് ക്രിസ്തുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടേതല്ലാതെ ക്രിസ്തുവിൻ്റെ ലോകത്തിൽ മറ്റ് ശരീരമില്ല. നമ്മുടെ ശരീരത്തെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹപൂർവ്വം മറ്റുള്ളവരെ പരിചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കരങ്ങളില്ല. നമ്മുടെ കരങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. നന്മ ചെയ്ത് സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കാലുകളില്ല. നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. കരുണാപൂർവ്വം ജനങ്ങളെ കടാക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. നമ്മുടെ കണ്ണുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. ആശ്വാസവചനം ഉച്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളില്ല. നമ്മുടെ നാവുകളെ അവിടത്തേക്ക് സമർപ്പിക്കാം. സ്നേഹാസക്തമായ ലോകത്തെ സ്നേഹിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തെ ഹൃദയമില്ല. നമ്മുടെ ഹൃദയങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം. പ്രപഞ്ചത്തിന് കേന്ദ്രബിന്ദുവായി മിശിഹായെ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമായി ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞാൻ ജീവിക്കുന്നു എന്നല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോടൊപ്പം ഞങ്ങൾ ഏറ്റു പറയുന്നു. ദിവ്യനാഥ, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. മാതാവിനുള്ള പ്രതിഷ്ഠ. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ നാഥേ, അങ്ങേ പ്രത്യേക സംരക്ഷണത്തിനും ഭാഗ്യപ്പെട്ട സംരക്ഷണത്തിനും അങ്ങേ കാരുണ്യമുള്ള ഹൃദയത്തിനുമായി എന്റെ ശരീരത്തെയും ആത്മാവിനെയും ഇന്നും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും എൻ്റെ മരണനേരത്തും ഞാൻ ഏൽപ്പിക്കുന്നു. അങ്ങേ പരിശുദ്ധമാധ്യസ്ഥവും യോഗ്യതകളും മൂലം എൻ്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും
അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. അങ്ങയുടെയും അങ്ങേ പ്രിയപുത്രന്റെയും ഇഷ്ടാനുസരണം നിയന്ത്രിക്കപ്പെടുന്നതിന് എൻ്റെ പ്രത്യാശകളും ആശ്വാസങ്ങളും എൻ്റെ പരീക്ഷകളും ദുരിതങ്ങളും എൻ്റെ സ്നേഹവും താല്പര്യങ്ങളും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ആശംസകൾ. We thank the Lord for the gift of faith that this day is an important event for these 11 handsome and beautiful children in front of us. We thank the Lord for the gift of Himself in the bread of life that being received for the first time of these beloved children of ours. So this is your first communion, and hope it will not the last. It's only the beginning of have this deep communion with Jesus as you attend the Mass. We thank the Lord for the gift of our parents, for allowing yourselves to be the instrument of that faith and passing it to your children. We thank the Lord for Father Baby Chen presiding the First Holy Communion Mass. We thank the Lord for our beloved catechists who are willing and patiently teaching these children about faith. Thank you to each one of us who gathered today in this celebration. May God be with us and may God bless us all. God bless you all. അമ്മേ